Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. ഡാൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നാ? കുഴപ്പമില്ല, കണ്ടിട്ടില്ലടോ കളിച്ചു കഴിഞ്ഞിട്ട്. വീഡിയോ കണ്ടിട്ടില്ല, എങ്ങനെ ഉണ്ടായിരുന്നറിയില്ല. കയ്യടിച്ചു, നല്ലോണം അറിയില്ല. പിള്ളേരുടെ പ്രോഗ്രാംസ് അടിപൊളിയായിരുന്നു. ഭക്ഷണം കഴിച്ചു എല്ലാവരും? കഴിച്ചു മിസ്. ഇവിടെ 16 നേരത്തെ കഴിച്ചു. ഇവിടെ അമ്മൂമ്മയുടെ 16 ആണോ? സദ്യ കൊണ്ടുപോയി. ഫുഡുണ്ട്, ഉച്ചക്ക് കഴിച്ചിട്ട് ഇപ്പൊ കേറിയതേ ഉള്ളു. കുറച്ച് കുട്ടികളോട് ഒന്ന് കയറിയൊക്കെ കേട്ടോ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ഉണ്ടായി വീക്കെൻഡ് ഒക്കെ? സ്ക്രീനിന്റെ ഫാർമസി ചാപ്റ്റർ ഉള്ളതാണ്. ലേബർ റൂം അല്ലേ? എടുക്കാം എടുത്തിട്ടില്ലേ? ഞാൻ ചോദിച്ചത് നിങ്ങൾ PDF കാണുന്നുണ്ടോന്നത്, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയാനാ. PDF കാണാനുണ്ട് മിസ്, പക്ഷേ ഫാർമസിയുടെ PDF വന്ന് കിടക്കുന്നത്. ഓക്കെ മാറ്റാം. ഞാൻ ചാപ്റ്റർ എടുത്തിട്ടില്ലെന്നേ. ലേബർ റൂമിന്റെ പേജ് നമ്പർ ഒന്ന് പറയോ? ഇതിൽ ടൈപ്പ് ചെയ്താൽ മതി. 73. 73. കുറച്ച് പേരുള്ളല്ലോ, കേറുന്നുണ്ടാവുള്ളൂ അല്ലേ ക്ലാസ്സിൽ? മഴയൊക്കെ? മഴയില്ല മിസ്, ഇപ്പൊ നല്ല വെയിലുണ്ട്. മഴ രാവിലെ വെളുപ്പിനെ ഉണ്ടായിരുന്നു, പിന്നെ മാറി ഇപ്പൊ നല്ല വെയിലുണ്ട്. മഴ കൂടാൻ പോവാമോ? കർക്കിടകമാകുമ്പോൾ മഴ കൂടുമല്ലോ. 17-ാം തീയതി കർക്കിടകം 1-ാം തീയതിയാണ്. അപ്പൊ മഴ നിങ്ങൾക്ക് 27 വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇല്ലേ? 27 വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇല്ലേ? ഇല്ല മിസ്. ഇല്ല, നിങ്ങൾക്ക് സ്വന്തമായ ഗ്രൂപ്പില്ല? ഫ്രണ്ട്സ് എല്ലാരും തമ്മിലുണ്ട് ഗ്രൂപ്പ്. അതാ ചോദിച്ച. Okay. Module 2, page number 73. വീണ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു റിക്വസ്റ്റ് അയച്ചിരുന്നു ഇൻസ്റ്റയില്. ഈ വീണ തന്നെയാണോ ഉറപ്പിക്കാനാണ് അയച്ചായിരുന്നോ? ഇല്ല മിസ്, ഞാൻ അയച്ചിട്ടില്ല. മിസ്സിന്റെ അക്കൗണ്ട് പോലും എനിക്കറിയില്ല. സാക്സിൽ ഉണ്ടാവുള്ള നോക്കിയാൽ ഞങ്ങളെ കാണാലോ. വീണ നായർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വന്ന് ഞാൻ ഈ വീണെന്ന് വിചാരിച്ചു. അക്സെപ്റ്റ് ചെയ്തില്ല, ചോദിച്ചിട്ട് ചെയ്യാൻ നോക്കി. യെസ്, നമ്മളെ ലേബർ റൂം എവിടെ എടുത്തു? ലൊക്കേഷൻ വരെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസൈൻ ആണ് കേട്ടോ. ലേബർ റൂമിന്റെ ഡിസൈൻസ് ആണ് നോക്കുന്നത്.
Labor room must be enough size with large doors allowing passage of the bed or structures with attempts. The labor room complex should have enough light power backup, ventilation, triage area, clean utility area, autoclaved supplies and common supplies such as towels, linens, etc. This area should be designed to block out sound, ensuring that patients can experience optimal comfort, relaxation. Facilities for examination, preparation, and observation are also available. Okay, ഇനി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിസൈനെ കുറിച്ചാണ് കേട്ടോ. ലൈബ്രറി ഡിസൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അത്യാവശ്യം ലാർജ് സ്പേസസ് അല്ല, ലാർജ് സൈസുള്ള ഡോർസും പാസേജ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അലോ ചെയ്യാനുള്ള പാസേജ് ഒക്കെ അത്യാവശ്യം സ്ട്രക്ചേഴ്സും ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലായിരിക്കും അതിന്റെ ഏരിയ റൂംസുകൾ വരുന്നത്. ഓക്കെ, മാത്രമല്ല ഇതിനകത്ത് എന്താണ് ആവശ്യത്തിലധികം ലൈറ്റിനിങ് സെറ്റിംഗ്സ് ഉണ്ടായിരിക്കും, പവർ ബാക്കപ്പ് വെന്റിലേഷൻ സൗകര്യങ്ങൾ ഉണ്ടാവും, വെന്റിലേഷൻസ് ഉണ്ടാവും, ഒരു ട്രൈയേജ് ഏരിയ ഉണ്ടാവും അല്ലെ, വരുന്ന പേഷ്യൻസിന് ട്രൈയേജ് ചെയ്ത്, പ്രത്യേകിച്ച് ലേബർ കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസിന് എന്താണ് വരുന്ന പേഷ്യൻസിന് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ട്രൈയേജ് ഏരിയ ഉണ്ടായിരിക്കും, ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ ഉണ്ടായിരിക്കും, വാഷിംഗ് പർപ്പസുമായി ബന്ധപ്പെട്ട് ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ ഉണ്ടാവും, ഓട്ടോക്ലേവ്ഡ് സപ്ലൈസസും കോമൺ സപ്ലൈസസ് ഒക്കെ സൂക്ഷിക്കുന്നത്, അതായത് ടവൽസ്, ലിനൻ മെറ്റീരിയൽസ്, തുണിത്തരങ്ങള്, മറ്റ് മെറ്റീരിയൽസ് ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സ്പേസസ് ഒക്കെ ഇതിനകത്ത് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അമിതമായിട്ട് ശബ്ദങ്ങൾ വരുന്നരുത്, അല്ലെങ്കിൽ ആ പേഷ്യൻസിന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് സൗണ്ടിന് നമ്മളെ നല്ല രീതിയിൽ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് കാമാൻ ക്വയറ്റ് ഒരു അന്തരീക്ഷം നിലനിർത്തുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് പേഷ്യൻസിന് ഒപ്റ്റിമൽ കംഫർട്ടും റിലാക്സേഷനും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അമിതമായിട്ട് ശബ്ദങ്ങൾ ഒന്നും വരാതിരിക്കാനുള്ള എല്ലാത്തരം നിയന്ത്രണങ്ങൾ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വരുന്ന ലേബർ പേഷ്യനെ എക്സാമിൻ ചെയ്യുന്നതിനും പ്രിപ്പയർ ആക്കുന്നതിനും ഒബ്സർവ് ചെയ്യുന്നതിനൊക്കെയുള്ള എല്ലാ ഏരിയാസും ഇതിനകത്ത് തന്നെയാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ മെയിൻ ഡിസൈൻ വരുന്നത്. നല്ല അത്യാവശ്യം സൈസിലുള്ള ഡോർസ് ഉണ്ടായിരിക്കും, നമുക്ക് നല്ല രീതിയിൽ പാസ് ചെയ്യാനുള്ള ഫാസിലിറ്റീസ് ഉണ്ട്, പിന്നെ ആവശ്യത്തിലുള്ള ലൈറ്റ്സും വെന്റിലേഷൻ സൗകര്യങ്ങൾ, ബാക്കപ്പ് ഫെസിലിറ്റീസ്, ട്രൈയേജ് ഏരിയ, ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ തുടങ്ങി എല്ലാ സപ്ലൈസസും സ്റ്റോർ ചെയ്യുന്നതിനുള്ള പ്രത്യേക ഏരിയാസ് ഉണ്ടായിരിക്കും. സൗണ്ടിന് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ശബ്ദ നിയന്ത്രണം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. വരുന്ന പേഷ്യൻസിന്, ലേബർ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്മൾ റിലാക്സേഷനും പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ആ ഒരു രീതിയിൽ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ LDR കോംപ്ലക്സിന്, അതായത് ലേബർ ഡെലിവറി റിക്കവറി കോംപ്ലക്സിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the LDR delivery and recovery complex can be divided into 3 zones: unsterile zone, protective zone, and delivery zone. Okay, ലേബർ കോംപ്ലക്സ് വരുന്നത് 3 സോൺസുകളായിട്ടാണ്. ഈ സോൺസുകൾ നമ്മൾ എവിടെയാ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ വേറെ എവിടെയാ പഠിച്ചത്? സോൺസ് എവിടെയാ പഠിച്ചത് പിള്ളേരെ? എവിടെയാ പഠിച്ചത്? ഓപ്പറേഷൻ തിയേറ്ററിൽ പഠിച്ചു അല്ലേ? ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വരുന്ന സോൺ എന്ന് പറഞ്ഞ അൺസ്റ്റിറൈൽ സോൺ. എല്ലാവർക്കും PDF നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ നോക്കി. ഓക്കെ, ഓക്കെ, ശരി. ഇപ്പൊ ഓരോ സോൺസിലും എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അൺസ്റ്റിറൈൽ സോണില് കൺസിസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റി എക്സെട്ര. അൺസ്റ്റിറൈൽ സോണില് അഡ്മിനിസ്ട്രേറ്റീവ് വരുന്നുണ്ട്, വെയിറ്റിംഗ് ഏരിയ ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റി ആണ് അൺസ്റ്റിറൈൽ സോണിൽ ഉൾപ്പെടുന്നത്. പ്രൊട്ടക്റ്റീവ് സോണിൽ എന്തൊക്കെയാണ് വരുന്നത്? ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര. പ്രൊട്ടക്റ്റീവ് സോണില് ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം ആൻഡ് എക്സെട്ര. ഓക്കെ, അപ്പൊ ഒരു കാര്യം പറയാം, നമ്മള് OT-യിലും പ്രൊട്ടക്റ്റീവ് സോൺ പഠിക്കുന്നു. ഇപ്പൊ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതൊന്നും മാറിപ്പോകരുത് കേട്ടോ. OT-യിലും നമുക്ക് സോൺസ് പഠിക്കാൻ, പ്രൊട്ടക്റ്റീവ് സോൺ വരുമ്പോൾ ലേബർ റൂമിന്റേതും OT-യിലെ പ്രൊട്ടക്റ്റീവ് സോൺ രണ്ടും കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. യെസ്, ഇപ്പൊ പ്രൊട്ടക്റ്റീവ് സോണിൽ ഇവിടെ എന്തെല്ലാം വരുന്നുണ്ട്? ലേബർ റൂമില് ചേഞ്ച് റൂം വരുന്നുണ്ട്, പ്രീ ലേബർ റൂം ഉണ്ട്, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര. ഇത്രയാണ് ഇതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഇനി ഡെലിവറി സോണിലാണ് എന്ത് ഉൾപ്പെടുന്നത്?
ക്ലീൻ സപ്ലൈ റൂം ഉണ്ട്, സ്ക്രബ് സ്റ്റേഷൻസ് ഉണ്ട്. ഡെലിവറി റൂം ഉൾപ്പെടുന്നതും എവിടെയാണ്? ഡെലിവറി സോണിലാണ് കേട്ടോ. അപ്പൊ ഡെലിവറി റൂം എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഡെലിവറി സോണിലാണ്. ഓക്കെ, അപ്പൊ LDR കോംപ്ലക്സ് നമ്മൾ ഈ ഒരു 3 രീതിയിലാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്: അൺസ്റ്റിറൈൻ, പ്രൊട്ടക്റ്റീവ് ആൻഡ് ഡെലിവറി സോൺ. ഓരോ സോൺസിലും ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കാമോ? എടുത്ത് അത്രയൊന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? യെസ്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്തൊക്കെ ഫെസിലിറ്റീസും റിക്വയർമെന്റ്സ് ആണ് ലേബർ റൂമിനുള്ള അകത്തുള്ളത് എന്നാണ് കേട്ടോ. ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്, എന്തൊക്കെ സൗകര്യങ്ങളും ആവശ്യകതകളാണ് അതിനകത്ത് വരുന്നത്. നഴ്സിംഗ് സ്റ്റേഷൻ, സൂപ്പർവൈസേഴ്സ് ഓഫീസ്, വെയിറ്റിംഗ് റൂം, സ്ക്രബ്സ് ഏരിയാസ് ആൻഡ് വാഷിംഗ് ഏരിയാസ്, ഡ്യൂട്ടി റൂംസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത് ചേഞ്ചസ് ഏരിയ, room designed for the storage of equipment and medicines, sterilizing facilities, clinical areas, tiled and anti-skid flooring, centrally air conditioned. Okay, അപ്പൊ ഇതിനകത്ത് വരുന്ന ഫെസിലിറ്റീസ് ആണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. എന്താണ്? അതിന് മാത്രമായിട്ടൊരു നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, സൂപ്പർവൈസേഴ്സ് ഓഫീസ് ഉണ്ടായിരിക്കും, ലേബർ റൂം കൺട്രോൾ ചെയ്യുന്ന ഒരു സൂപ്പർവൈസേഴ്സ് ഓഫീസ് ഉണ്ടായിരിക്കും, വെയിറ്റിംഗ് റൂംസ് ഉണ്ട്, അതേപോലെ തന്നെ സ്ക്രബ് ഏരിയാസ്, വാഷിംഗ് ഏരിയാസ്, ഡ്യൂട്ടി റൂംസുകള്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, അതേപോലെ തന്നെ എന്താണ് ക്ലോത്ത് ചേഞ്ചസ് ഏരിയ ഉണ്ടാവും. പിന്നെ എക്യുപ്മെന്റ്സ് മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്ന റൂംസ് ഉണ്ട്. ദെൻ സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ക്ലിനിക്കൽ ഏരിയാസ് ഉൾപ്പെടുന്നുണ്ട്, ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ്. അപ്പോൾ ഇതിന്റെ അകത്ത് ഫ്ലോറിംഗ് വരുന്നത്, ഫ്ലോറിംഗ് എങ്ങനെയായിരിക്കും വരുന്നത്? ടൈൽഡ് ആയിരിക്കും, ആന്റി സ്കിഡ് ഫ്ലോറിംഗ് ആയിരിക്കും. എന്താണ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്? എങ്ങനെയുള്ള ടൈൽസ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? നമ്മള് എങ്ങനെയുള്ള ടൈൽസ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്? റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് സ്കിപ്പിംഗ് അല്ലെ, അതായത് സ്കിപ്പ് ആവാതിരിക്കാനായിട്ട് കുറച്ച് റഫ് ആയിട്ടുള്ള രീതിയിലുള്ള ടൈൽസ് ആയിരിക്കും നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആന്റി സ്കിപ്പ് ഫ്ലോറിംഗ് ആയിരിക്കും എന്ന് പറയുന്നത്. തെന്നി വീഴാനുള്ള പോസിബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ടൈലായിരിക്കും നമ്മൾ ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ, വഴുതി വീഴാതിരിക്കാൻ. ഓക്കെ, യെസ്. പിന്നെ നമുക്കറിയാം സെൻട്രലി ഇത് എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ അകത്ത് വരുന്ന മെയിൻ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അതിന്റെ പേരുകളൊന്ന് നോക്കണം കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, യെസ്. ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് ചിലപ്പോ അല്ലെ പേര് മാത്രം പഠിച്ചാൽ മതി. യെസ്, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് ലേബർ വാർഡ് പ്രോട്ടോകോൾസ് ആണ് കേട്ടോ. ലേബർ വാർഡിൽ നമ്മൾ പാലിക്കേണ്ട പ്രോട്ടോകോൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. The protocols for the labor ward offer explicit instruction for managing ward activities, ensuring the ward operates efficiently and delivers excellent medical care to pregnant women. Okay, yes. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഇങ്ങനെ പ്രോട്ടോകോൾസ് കൊണ്ടുവന്നിരിക്കുന്നത്? പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലേബർ വാർഡിനകത്ത് പാലിക്കേണ്ട നിയമങ്ങളും ആക്ടിവിറ്റീസും ആണ് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ക്രമമായിട്ട് പാലിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എന്ത്? ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ ഈ റൂൾസും റെഗുലേഷൻസും കൊണ്ടുവന്നിരിക്കുന്നത്? പ്രത്യേകിച്ച് ലേബർ വാർഡില് എന്തിനു വേണ്ടിയിട്ടാണ്? വാർഡിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിനും ഏറ്റവും നല്ലൊരു അന്തരീക്ഷം എപ്പോഴും നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോട്ടോകോൾസുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്? ലേബർ പേഷ്യൻസിന്റെ പ്രൈവസിയും അവരുടെ ആ ഒരു അവരുടെ
പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിനകത്തുള്ള റൂൾസുകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസും വരാതിരിക്കാനുള്ള എല്ലാ ടെക്നിക്സും നമ്മൾ ഇതിനകത്തും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓൾറെഡി ഈ വാർഡിനകത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ, അല്ലെങ്കിൽ അത് ഓരോരുത്തരും പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അഥവാ പ്രോട്ടോകോൾസ് ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? എൻഷുറിംഗ് ദ വാർഡ് ഓപ്പറേറ്റ്സ് എഫിഷ്യന്റ്ലി ആൻഡ് ഡെലിവേഴ്സ് എക്സലന്റ് മെഡിക്കൽ കെയർ ടു പ്രഗ്നന്റ് വുമൺ. അല്ലെ, വാർഡിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച ഒരു കെയർ എന്ന് പറയുന്നത് വരുന്ന പ്രഗ്നന്റ് വുമണിന് ഏറ്റവും മികച്ച രീതിയിലുള്ള എക്സലന്റ് മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നത് തന്നെയാണ് അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഗർഭിണികൾക്ക് മികച്ച ചികിത്സയും പരിചരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോട്ടോകോൾസ് കൊണ്ടുവന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇനി പ്രോട്ടോകോൾസിന് നമ്മൾ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ദീസ് പ്രോട്ടോകോൾസ് ആർ ഇൻ റിഗാർഡ് ടു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ റെക്കമെൻഡേഷൻ. രണ്ട് രീതിയിലാണ് ഈ പ്രോട്ടോകോൾസ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് നോക്കാം, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസീസ് എൻകംബേഴ്സ് ദ ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ്, ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ, ട്രാഫിക് കൺട്രോൾ ആൻഡ് റെഗുലേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സെട്ര. അപ്പൊ അതിന്റെ മെയിൻ പ്രോട്ടോകോൾസിൽ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്, 1 മിനിറ്റ്. Okay, കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? Administration policy encompasses the duties and obligation of administrative professional responsibility. അപ്പൊ ഈ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ചുമതലകളും ഉത്തരവാദിത്തങ്ങളാണ് ആദ്യത്തേതിൽ പറയുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലകൾ, റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ ആദ്യത്തേതിൽ പറയുന്നത്. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ്? ഒന്ന്, ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ, ട്രാഫിക് കൺട്രോൾ, വാട്ടർ റെഗുലേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സെട്ര. ഇന്ന് അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് രോഗികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള അഡ്മിഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങളാണ് ഒരു പ്രോട്ടോകോൾസിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തേത് എന്തൊക്കെയാണ്? ട്രാഫിക് കൺട്രോൾ. ട്രാഫിക് കൺട്രോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ട്രാഫിക് കൺട്രോൾ എന്തുതരം നിയന്ത്രണമാണ്? ആളുകളുടെയും അല്ലെങ്കിൽ ഗതാഗത പ്രവേശന നിയന്ത്രണത്തെ കുറിച്ചിട്ടുള്ള പ്രോട്ടോകോൾസുകൾ, അല്ലെ? ആളുകളുടെയും അതേപോലെ തന്നെ എന്താണ് മറ്റ് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോട്ടോകോൾസുകൾ. പിന്നെ വാർഡ് റെഗുലേഷൻസ്. വാർഡ് റെഗുലേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? വാർഡ് റെഗുലേഷൻസ് ലേബർ വാർഡിലെ നിയമങ്ങളും ചട്ടങ്ങളാണ്. ലേബർ വാർഡിനകത്ത് മാത്രം പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, ലേബർ വാർഡ് റെഗുലേഷൻസിൽ വരുന്ന പ്രോട്ടോകോൾസിൽ ഉൾപ്പെടുന്നത്. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? എന്തെങ്കിലും ദുരന്ത നിവാരണ പ്രോഗ്രാം, ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട നിങ്ങളത് 3rd മൊഡ്യൂളിൽ പഠിക്കുമല്ലോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കും. പെട്ടെന്നുള്ള റെസ്പോണ്ട് ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനൊക്കെ എങ്ങനെയായിരിക്കണം മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള പേഷ്യൻസിന്റെ നമ്പർ ഓഫ് എണ്ണം കൂടുന്ന സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതെന്ന് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ദുരന്ത നിവാരണ നടപടിക്രമങ്ങളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസ് ആണ് കേട്ടോ. അതായത് അഡ്മിനിസ്ട്രേറ്റീവും ജീവനക്കാരും തമ്മിൽ അവർക്ക് തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളും റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന്, അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ സന്ദർശക നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാർഡ് റെഗുലേഷൻസും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെയാണ് എന്താ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് നയങ്ങളിൽ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് അഡ്മിനിസ്ട്രേഷൻ നയങ്ങളും പോളിസീസും ആണ് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് ആണ്.
ഇതെല്ലാം പ്രോട്ടോകോൾസ് തന്നെയാണ് കേട്ടോ. ലേബർ വാർഡിനകത്ത് നമ്മൾ പാലിക്കേണ്ട പ്രോട്ടോകോൾസ് തന്നെയാണ് പറയുന്നത്. ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് ദാറ്റ് കവർ ഇൻപേഷ്യന്റ് കെയർ, മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്മോർട്ടം കെയർ, ന്യൂ ബോൺ കെയർ എക്സെട്ര. ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന രോഗികളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് അല്ലെ, ഇൻപേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട സംരക്ഷണം. മാനേജ്മെന്റ് ഓഫ് ലേബർ എന്താണ്? മാനേജ്മെന്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് പ്രസവം ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. മാനേജ്മെന്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് പ്രസവം ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം കെയർ എന്ന് പറയുന്നത് എന്താണ്? പ്രസവത്തിന് ശേഷമുള്ള ആഫ്റ്റർ ദ ഡെലിവറിക്ക് ശേഷമുള്ള എല്ലാത്തരം ചികിത്സകളും പരിചരണങ്ങളും. അതോടൊപ്പം തന്നെ എന്താണ്? ന്യൂ ബോൺ കെയർ എന്താണ്? നവജാത ശിശുക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടീസുകൾ. ഇതെല്ലാമാണ് എന്തിൽ വരുന്നത്? ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങളിൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ പോളിസീസിൽ ഉൾപ്പെടുന്നത്. ഒന്ന്, ഇൻപേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ടത്. അതേപോലെ തന്നെ ലേബർ പേഷ്യൻസിന് ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രസവം സാധ്യമാക്കുന്നതിന്. പിന്നെ എന്താണ്? പ്രസവത്തിന് ശേഷമുള്ള പോസ്റ്റ്മോർട്ടം കെയർ കൊടുക്കുന്നതിന്, ന്യൂ ബോൺ കെയർ കൊടുക്കുന്നത്. ഇതിലെല്ലാം തന്നെ പ്രത്യേകമായിട്ടുള്ള പ്രോട്ടോകോൾസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മനസ്സിലായോ? പ്രോട്ടോകോൾസ് വാർഡിനകത്തുള്ള. ഓക്കെ, യെസ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ലേബർ റൂമിനകത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. ലേബർ ടേബിളിനകത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ലേബർ ടേബിൾ ഈസ് വൺ ഓഫ് ദി ക്രൂഷ്യൽ ടൂൾസ് ആൻഡ് എക്വിപ്മെന്റ് യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂം. ഈ ലേബർ ടേബിൾ എന്തെല്ലാം ടൂൾസുകളാണ്? നമുക്കറിയാം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് ഇതിനകത്ത് വരുന്നത്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, റേഡിയന്റ് വാർമർ, സ്റ്റെറിലൈസേഴ്സ്, ഫുറ്റൽ ഡോപ്ലർ ആൻഡ് ഫുറ്റൽ ടോക്കോകാർഡിയോഗ്രാഫ്. ഓക്കെ, ലേബർ ടേബിളിനകത്ത് വരുന്ന എക്യുപ്മെന്റ്സ് ടൂൾസുകൾ ഏതൊക്കെയാണ്? എല്ലാ ഡെലിവറി ടേബിളിൽ എന്തുണ്ടായിരിക്കും? ഈ പറഞ്ഞ 4 ടൂൾസുകളും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, യെസ്. നമുക്കറിയാം റേഡിയന്റ് വാർമർ എന്താന്ന് നോക്കാം. റേഡിയന്റ് വാർമർ എന്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. റേഡിയന്റ് വാർമർ എന്ത് നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് റേഡിയന്റ് വാർമർ? കുഞ്ഞുങ്ങൾക്ക് എന്ത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്? ടെമ്പറേച്ചർ അല്ലെ, നവജാത ശിശുവിന് ചൂടായി സൂക്ഷിക്കുന്ന ഒരു ഉപകരണമാണ്. അതായത് റെഗുലർ ആയിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? റേഡിയന്റ് വാർമർ. കുഞ്ഞിനെ ചൂടിലിടാന്ന് കണ്ടിട്ടില്ലേ? കുഞ്ഞിനെ ചൂടിലിട്ടേക്കാന്ന് പറയാറില്ല റേഡിയന്റ് വാർമറില്. കണ്ടിട്ടുണ്ടോ അത്? കുഞ്ഞിന്റെ ടെമ്പറേച്ചർ നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കേട്ടോ. നവജാത ശിശുവിനെ ചൂടായി സംരക്ഷിക്കുന്നതിനുള്ള ഉപകരണമാണ് റേഡിയന്റ് വാർമർ. ഓക്കെ, ഇനി അണുവിമുക്തമാക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് സ്റ്റെറിലൈസേഴ്സ് എന്ന് പറയുന്നത്. അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ് സ്റ്റെറിലൈസേഴ്സ്. ഫീറ്റൽ ഡോപ്ലർ എന്താണ്? ഫീറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത്, ഫീറ്റൽ ഡോപ്ലർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ആ ഫീറ്റൽ ഡോപ്ലർ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് അല്ലെ. കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ഫീറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത്. ഫീറ്റൽ ടോക്കോകാർഡിയോഗ്രാഫ് എന്താണ്? ഫീറ്റൽ ടോക്കോകാർഡിയോഗ്രാഫ് CTG എന്ന് പറയും നമ്മളതിനെ. CTG ഫോട്ടോ ടോക്കോഗ്രാഫ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? കുഞ്ഞിന്റെ ഹൃദയമിടിപ്പും ഗർഭാശയ സങ്കോചം അല്ലെ, കൺട്രാക്ഷൻസ് ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഫോട്ടോ ടോക്കോകാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത് അല്ലെ. കുഞ്ഞിന്റെ ഹൃദയമിടിപ്പും ഗർഭാശയ സങ്കോചവും നിരീക്ഷിക്കുന്ന ഉപകരണമാണ് ഫീറ്റൽ ടോക്കോകാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെ എന്താണ്? ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് നമ്മൾ ലേബർ ടേബിളിനകത്ത് ഉപയോഗിക്കുന്ന ടൂൾസുകളാണ്. ഏതൊക്കെയാണ്? റേഡിയന്റ് വാർമർ, സ്റ്റെറിലൈസർ, ഫീറ്റൽ ഡോപ്ലർ ആൻഡ് ഫീറ്റൽ ടോക്കോകാർഡിയോഗ്രാഫ്. ഓക്കെ, റേഡിയന്റ് വാർമർ എന്ന് പറയുന്നത് കുഞ്ഞിന് ചൂട് നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. സ്റ്റെറിലൈസേഴ്സ് എന്ന് പറയുന്നത് അണുവിമുക്തമാക്കുന്നതിനുള്ളത്. ഫീറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത് എന്താണ്? കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഫീറ്റൽ ടോക്കോകാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത് ഗർഭാശയ സങ്കോചവും കുഞ്ഞിന്റെ ഹൃദയമിടിപ്പും മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ക്ലിയർ അല്ലേ എല്ലാവരും? ഹലോ, യെസ്. These tools and accessories need to be cleaned, set aside and dried after each use.
All labor room equipment must be in good functioning order and be prepared for usage according to staff. Okay. ഇനിയിപ്പോ നമ്മളെ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഉപകരണങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിരിക്കണം? എപ്പോഴും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? എപ്പോഴും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏറ്റവും നല്ല രീതിയിൽ എവിടെയാണോ അത് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ ഏറ്റവും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഡ്രൈ ആയിട്ടായിരിക്കണം നമ്മൾ ഈ പറഞ്ഞ എല്ലാ ടൂൾസുകളും ഉപയോഗിക്കേണ്ടത്. ഓക്കെ. ഇനി മാത്രമല്ല ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന മറ്റെല്ലാ ഉപകരണങ്ങളും എന്താണ്, എല്ലാ എക്യുപ്മെന്റ്സും ഏറ്റവും നല്ല ഗുഡ് ഫങ്ഷനിങ്ങോടെ തന്നെ പ്രവർത്തിക്കണം. നമുക്ക് എപ്പോ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാനായിട്ട് എന്താണ്, ഇത് ഓൾറെഡി സ്റ്റാഫുകൾ എപ്പോ വേണമെങ്കിലും ഇത് ആവശ്യമെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇത് അറേഞ്ച് ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ ഉപകരണങ്ങളെല്ലാം തന്നെ നമ്മൾ ഏറ്റവും നല്ല രീതിയിലായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. അത് ക്ലീൻ ചെയ്തിരിക്കണം, നല്ല രീതിയിൽ അതിനെ പൊസിഷനിങ് ചെയ്ത് ഡ്രൈ ആക്കി നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ലേബർ റൂമിനകത്ത് വരുന്ന എല്ലാ ഉപകരണങ്ങളും എപ്പോഴും ഇങ്ങനെയുള്ള ഫങ്ഷനിങ് ആയിരിക്കണം, ഗുഡ് ഫങ്ഷനിങ് ആയിരിക്കണം. നമുക്ക് എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെഷർ ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. ലേബർ റൂമിനകത്ത് നമ്മൾ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ. സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ മസ്റ്റ് ബി ഫോളോഡ് ബൈ ഓൾ മെഡിക്കൽ സ്റ്റാഫ്. നമുക്കറിയാം ലേബർ റൂമിന് മാത്രമായിട്ട് എന്തുണ്ട്, അതിന്റെ പ്രോട്ടോകോൾസ് പറയുന്നുണ്ട് അല്ലെ, അതായത് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് നിർബന്ധമാണ്. പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും എന്ന് പറയുന്നത്, അതായത് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രൊസീജിയേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ, ലേബർ റൂമിനകത്തുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന്. അതെല്ലാം മെഡിക്കൽ സ്റ്റാഫുകളും നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ. സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ മസ്റ്റ് ബി ഫോളോഡ് ബൈ ഓൾ മെഡിക്കൽ സ്റ്റാഫ്. എല്ലാ സ്റ്റാഫുകൾക്ക് നിർബന്ധമായിട്ടും സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രോട്ടോകോൾസുകളെ ഫോളോ ചെയ്യുക. ഓക്കെ. യെസ്, മനസ്സിലായോ? എല്ലാ ആരോഗ്യ പ്രവർത്തകരും സുരക്ഷാ നടപടികൾ അനുസരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ, പീരിയോഡിക് ഇൻ സർവീസസ് ആൻഡ് ട്രെയിനിങ് സെഷൻ ഓൺ ഇൻഫെക്ഷൻ കൺട്രോൾ ടു ബി ഹെൽഡ്. പീരിയോഡിക് ഇൻ സർവീസസ് ആൻഡ് ട്രെയിനിങ് സെഷൻ ഓൺ ഇൻഫെക്ഷൻ കൺട്രോൾ ടു ബി ഹെൽഡ്. എന്താണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്? അണുബാധ നിയന്ത്രണത്തിനെ കുറിച്ചിട്ട് നമ്മൾ സ്റ്റാഫുകൾക്ക് ഇൻ സർവീസ് ട്രെയിനിങ്, അതായത് നിരന്തരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കണം, പീരിയോഡിക് ആയിട്ട് എന്ത് കൊടുക്കണം അവർക്ക്, നമുക്ക് അതായത് ഇടയ്ക്കിടെ പരിശീലനങ്ങൾ കൊടുക്കാം. എന്തിനുമായി ബന്ധപ്പെട്ട്? ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ടിട്ട്, എന്താണ് അണുബാധ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റാഫുകൾക്ക് നമ്മൾ നിരന്തരമായിട്ട് എന്താണ് പരിശീലനങ്ങൾ ഉൾപ്പെടുത്തുക, പരിശീലനങ്ങൾ കൊടുക്കും. സർവീസ് ട്രെയിനിങ് സെഷൻസ് ഉൾപ്പെടുത്തുക. പറയണ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. അതിൽ ഉറങ്ങുന്നൊന്നും ചെയ്യല്ലേ, ക്ലാസ് ശ്രദ്ധിക്കട്ടോ. ശരി. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? The clothing worn should be sanitary and clean. The clothing worn should be sanitary and clean. എങ്ങനെയുള്ള വസ്ത്രങ്ങളായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്? ധരിക്കുന്ന വസ്ത്രങ്ങൾ എപ്പോഴും വൃത്തിയുള്ളതും ശുചിയുള്ളതായിരിക്കണം അല്ലെ. ഏറ്റവും വൃത്തിയുള്ള ഹൈജീനിക് ആയിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. PPE has to be accessible. നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? PPE എന്താണ്? PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ അല്ലെ, അറിയാലോ നിങ്ങൾക്കത്. എപ്പോഴും നമ്മൾ എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും ചെയ്യണം അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഹാസ് ടു ബി ആക്സസിബിൾ. And training for employees on general and particular practices. Training for employees on general and particular practices. എന്താ പറയുന്നത്? Training for employees on general and particular practices. എന്ന് പറയാൻ പറ്റുമോ? എന്താണ് പോയിന്റിൽ പറയുന്നത്? എളുപ്പമല്ലേ അത്? നമ്മള് ജീവനക്കാർക്ക് എന്താണ് ഏറ്റവും പ്രധാന രീതി, അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകമായ രീതിയിൽ പെർട്ടിക്കുലർ പ്രാക്ടീസസ് കൊടുക്കുക അല്ലെ. യെസ്, അതായത് ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം നമ്മൾ എപ്പോഴും, സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം നമ്മൾ എപ്പോഴും ഉൾപ്പെടുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവർക്ക് അത് കൊടുക്കേണ്ടതാണ്. ഓക്കെ. Then infection patients should be admitted in accordance with the hospital protocols. Infection patients should be admitted in accordance with the hospital protocols.
ഇനി ഏതെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നോർമൽ പേഷ്യൻസിന്റെ കൂടെയാണോ അവർ അഡ്മിറ്റ് ചെയ്യേണ്ടത്? നോർമൽ പേഷ്യൻസിന്റെ കൂടെയാണോ അഡ്മിറ്റ് ചെയ്യേണ്ടത്? അല്ല. എന്ത് ചെയ്തിരിക്കണം? പ്രത്യേകിച്ച് ഹോസ്പിറ്റലിന് ഒരു പോളിസി ഉണ്ട് അല്ലെ? ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾസ് പ്രകാരം എന്താണ്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ ഹോസ്പിറ്റലിന്റെ പോളിസി പറയുന്ന പ്രകാരം മാത്രമായിരിക്കണം എന്ത്, സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ അവരെ പ്രവേശിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ നോർമൽ പേഷ്യൻസിന്റെ കൂടെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളത്. Then all fitting cloth tools and waste need to be treated as contaminated and handled carefully. All fitting cloth tools and waste need to be treated as contaminated and handled carefully. Fitting cloths and tools എന്ന് പറയുന്നത് എന്താണ്? Fitting cloths ടൂൾസുകള് നമ്മള് പ്രത്യേകിച്ച് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് എല്ലാ പ്രത്യേകിച്ച് PPE ധരിക്കുന്നത് പോലെ ഫിറ്റിംഗ് ക്ലോത്ത്സുകൾ പ്രത്യേകിച്ച് നമ്മുടെ ഷൂസ് ആയിരിക്കട്ടെ, കവറിങ് ഷൂസ്, മാസ്ക് അല്ലെങ്കിൽ ഗ്ലൗസ്, ഇതൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ധരിച്ചിട്ടായിരിക്കണം നമ്മൾ പ്രത്യേകിച്ച് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസുകൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് മലിനമായിട്ടുള്ള വസ്ത്രങ്ങൾ, ഉപകരണങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സുരക്ഷിതമായിട്ടായിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അതിൽ അല്ലെങ്കിൽ എന്താണ്, നമ്മൾ പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അത്തരം വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ എപ്പോഴും ഹാൻഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്, കെയർഫുൾ ആയിട്ടായിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, then instruments and other supplies are clean, sterilized and processed. Instruments and other supplies are cleaned and sterilized and processed. എന്താ ചെയ്യേണ്ടത്? എല്ലാ ഉപകരണങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വൃത്തിയായിട്ട് അണുവിമുക്തമാക്കിയിട്ടായിരിക്കണം നമ്മളത് ഉപയോഗിക്കേണ്ടത്. എല്ലാ ഉപകരണങ്ങളും നമ്മൾ എപ്പോഴും വൃത്തിയായിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. വൃത്തിയാക്കുക, അതോടൊപ്പം എന്താണ്, സ്റ്റെറിലൈസ് ചെയ്തിട്ടായിരിക്കണം നമ്മളത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, yes. Then patient should be provided with sterile drops. Patient should be provided with the sterile drops. Patientsന് നമ്മൾ എങ്ങനെയുള്ള വസ്ത്രങ്ങളായിരിക്കണം ധരിക്കാൻ കൊടുക്കേണ്ടത്? എങ്ങനെയുള്ള വസ്ത്രങ്ങളായിരിക്കണം കൊടുക്കേണ്ടത്? രോഗികൾക്ക് അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം വെയർ ചെയ്യാൻ കൊടുക്കേണ്ടത്. Okay, patient should be provided with the sterile drops. Yes. Then an evaluation of an employee's health is crucial. An evaluation of an employee's health is crucial. എന്താ പറയുന്നത്? നമ്മൾ എപ്പോഴും ജീവനക്കാരുടെ ആരോഗ്യനില ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിലയിരുത്തിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളുടെയും ആരോഗ്യനില നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളത് വിലയിരുത്തിക്കൊണ്ടേയിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റിയിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ലേബർ വാർഡിനകത്ത് സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടിക്രമങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാട്ടോ, ബ്രീഫ് ചെയ്ത് പറയുന്നതാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ സ്റ്റാഫുകൾ അവർക്കുള്ള സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇടയ്ക്കിടെ നമ്മൾ പരിശീലനം നൽകുക. എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള സാനിറ്ററി ചെയ്തിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതായത് ധരിക്കുന്ന വസ്ത്രങ്ങൾ എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം, ശുചിയായിരിക്കണം. ദെൻ PP എപ്പോഴും നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കുക, അല്ലെ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. ജീവനക്കാർക്ക് നമ്മൾ എന്താണ്, പർട്ടിക്കുലർ ആയിട്ടുള്ള രീതിയിലും ജനറൽ ആയിട്ടുള്ള രീതിയിലും അവർക്ക് വേണ്ട പരിശീലനങ്ങൾ, പ്രാക്ടീസസ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ഹോസ്പിറ്റലിലെ പ്രോട്ടോകോൾസ് പ്രകാരം സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കണം നമ്മൾ അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെന്താണ്, എന്തെങ്കിലും മലിനമായിട്ടുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ വേസ്റ്റ്സുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് കണ്ടാമിനേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ അതിന്റെ എല്ലാ പ്രിക്കോഷൻസ് എടുത്തിട്ട് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം അത്തരം മെറ്റീരിയൽസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എപ്പോഴും അവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്, സപ്ലൈസസ് ആണെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. പേഷ്യൻസിന് എപ്പോഴും സ്റ്റെറൈൽ ആയിട്ടുള്ള ക്ലോത്ത്സ്, അതായത് അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളുടെ, ഓരോ പേഴ്സൺസിന്റെയും അവരുടെ ഹെൽത്ത് എപ്പോഴും ക്രൂഷ്യൽ ആണ്. അതിനാൽ തന്നെ നമ്മൾ അത് വിലയിരുത്തിക്കൊണ്ടിരിക്കുക, ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കൂ, ക്ലിയർ ആണോ നോക്കി.
ഓക്കെ. യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ മിസ്. യെസ്, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. ഓക്കെ. യെസ്, അപ്പൊ എന്തൊക്കെ പ്രിക്കോഷൻ, എന്തൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസ് ആണ് നമ്മൾ ലേബർ റൂമിൽ ഉപയോഗിക്കേണ്ടത്? ഒന്ന്, നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഹാൻഡ് വാഷിംഗ് പ്രൊസീജിയേഴ്സ് ചെയ്തിരിക്കണം അല്ലെ? അതായത് രോഗിയെ സ്പർശിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കൈകൾ വാഷ് ചെയ്തിരിക്കണം. ഓക്കെ. ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചുള്ള നിർബന്ധമായിട്ട് കൈകൾ കഴുകിയതിനു ശേഷമായിരുന്നു അവരെ നമ്മൾ സ്പർശിക്കേണ്ടത്. പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്, നിർബന്ധമായിട്ടും പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് നമ്മൾ വെയർ ചെയ്യണം. PPE എപ്പോഴും നമ്മൾ വെയർ ചെയ്യുക. പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് എന്നൊരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. യെസ്, അപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് അതേപോലെ തന്നെ പാലിക്കണം. ഓക്കെ, അത് പ്രത്യേകമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ്. ആ പ്രൊസീജിയർ അതേപോലെ നമ്മൾ പാലിച്ചില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആഫ്റ്റർ എഫക്ട്സുകൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റിന് മാത്രമുള്ള ഡിസ്പോസൽ ടെക്നിക്ക് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളത് യൂസ് ചെയ്യാം. ദെൻ പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ് ആണ്. നമുക്കറിയാലേ, മൂർച്ചയുള്ള വസ്തുക്കൾ എപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും അത് ഹാൻഡിൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അത് പഞ്ചർ റെസിസ്റ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് ആയിരിക്കണം നമ്മളത് ഡിസ്പോസ് ചെയ്യേണ്ടത്. മൂർച്ചയുള്ള വസ്തുക്കൾ എന്താണ് ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള സാധ്യത. അപ്പൊ അത് അതിനുവേണ്ടി മാത്രമായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള കണ്ടെയ്നറുകളുണ്ട്, അഥവാ പഞ്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ട്. അതിലായിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ടിങ് ഓഫ് ദ ഐറ്റം യൂസ്ഡ്. ഇനി നമ്മൾ എന്ത് മെറ്റീരിയൽസ് ആണെങ്കിലും, ഇപ്പോൾ ഇൻസ്ട്രുമെന്റ്സ് ആയിക്കോട്ടെ, ഡിവൈസസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് കൃത്യമായിട്ട് നമ്മൾ ഡിസിൻഫെക്ട് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ ഐറ്റംസ് എപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ. ദെൻ പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്. എപ്പോഴെന്താണ് പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്? യൂസ് ചെയ്ത എക്യുപ്മെന്റ് നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കും ഉപയോഗിക്കേണ്ടത്? സ്റ്റെറിലൈസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. Then sustaining a clean and aseptic environment. Sustain a clean and septic environment. എങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ആയിരിക്കണം നമ്മൾ അതിനകത്ത് നിലനിർത്തേണ്ടത്? സെപ്റ്റിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പഠിച്ചത്? സെപ്റ്റിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് സെപ്റ്റിക് എൻവയോൺമെന്റ് അണുവിമുക്തമായ അന്തരീക്ഷം. എല്ലാവരും ക്ലാസ്സിൽ തന്നെ ഇല്ലേ? ക്ലാസ്സിൽ തന്നെ ഇല്ലേ? ഓക്കെ. യെസ്, അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ് ലേബർ റൂമിൽ നമ്മൾ നോക്കിയത്. ഒന്ന് ഹാൻഡ് വാഷിംഗ്സ്, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്, പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ്, സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ടിംഗ് ഓഫ് ഐറ്റം യൂസ്, പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്, സസ്റ്റൈനിങ് എ ക്ലീൻ ആൻഡ് സെപ്റ്റിക് എൻവയോൺമെന്റ്. എപ്പോഴും അതിനകത്ത് എപ്പോഴും ഇങ്ങനെയുള്ള ഒരു ജേം ഫ്രീ ആയിട്ടൊരു എൻവയോൺമെന്റ് ആയിരിക്കണം നമ്മൾ നിലനിർത്തേണ്ടത്. ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ക്ലിയർ ആണല്ലോ? വൃത്തിയുള്ളതും അണുവിമുക്തമായതും. യെസ്, നിങ്ങൾക്ക് പാട്ട് പാടാനാണോ പാട്ട് കേൾക്കാനാണോ ഇഷ്ടം? പാട്ട് കേൾക്കാനാണ്. എന്തുകൊണ്ടാണ് പാട്ട് കേൾക്കാൻ ഇഷ്ടം? പാടാൻ അറിയാത്തതുകൊണ്ട് ആണോ? പാടാൻ അറിയാത്തതാണോ? മെലഡി സോങ്സ്. യെസ്, പാടാൻ അറിയാത്തുണ്ട്. സത്യസന്ധമായ ഉത്തരം പറയും. ഓക്കെ. എല്ലാവർക്കും പാട്ടെന്ന് പറയുമ്പോൾ മ്യൂസിക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെ? നമുക്കൊരു വളരെ നല്ലൊരു ഫീൽ തരുന്ന ഒരു അനുഭവമാണ് പാട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും പാടാൻ കഴിവുണ്ട് അല്ലെ? എല്ലാവർക്കും എല്ലാ കഴിവുകളുണ്ട്. പക്ഷെ കഴിവുകളുടെ അളവിൽ വ്യത്യാസമുള്ളൂ.
അല്ലെ? ആ വോയിസ് അനുസരിച്ചിരിക്കും. എല്ലാവർക്കും പാടാൻ അറിയാമോ? എല്ലാവരും പാട്ട് പാടും. പക്ഷെ ചിത്ര ചേച്ചിയുടെ യേശുദാസിനെ പോലെ നമുക്ക് പാടാൻ പറ്റും അല്ലേ? Yes. പിന്നെ ഞങ്ങൾ പാടുമെന്നോ? ഞങ്ങള് പാടും. ഞങ്ങൾ ടീച്ചർമാരല്ല, ഞങ്ങൾ എല്ലാം ചെയ്യണ്ടേ. പാട്ടും പാടും, ഡാൻസും കളിക്കും, ഞാൻ അഭിനയിക്കണമെങ്കിൽ അത് അഭിനയിക്കും. Okay. പാട്ട് പഠിക്കാൻ പറ്റിയില്ല അല്ലേ? യെസ്. ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാണ്. എന്തെങ്കിലും ചോദിക്കണ്ടെന്ന് ചോദിച്ചതാ. ബോറടിക്കണ ചാപ്റ്റർ എടുത്തോണ്ട് വരുന്നത്. വെറുതെ ഉറങ്ങിയതാണെന്നൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഞാൻ. മനസ്സിലാക്കിയത്. ഞാൻ 2 ലൈൻ പാടണം. ഏത് പാട്ട് പാടണം? പാടിത്തരാലോ. ഏത് പാട്ട് പാടണം പറഞ്ഞത്? ഏത് പാട്ട് പാടണം പറഞ്ഞു? പാട്ടൊന്നും അറിയില്ലാതെ ലാസ്റ്റ് ഏതാ പാടിയത് അത് പാടിക്കും. ഞാൻ എന്താണ് പാട്ടുകാരിയോ? ലാസ്റ്റ് ഏതാ പാടിയത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാടാം. ഇഷ്ടമുള്ളത് പാടിയാൽ മതി. ഇൻസ്റ്റയിലൊന്നും പാട്ടൊന്നും പാടാറില്ലല്ലോ. ആദിത്. ആരാണ് ആദിത്? ആദിത് തൂക്കി ചുടുന്ന കരങ്ങളോട് എന്താണത്? അത്രയൊന്നും ആയിട്ടില്ല. ജാനകമ്മയുടെ പാട്ട് ഏതാണ്? ജാനകിയമ്മയുടെ പാട്ട് നല്ലൊരു പാട്ട്. എല്ലാ പാട്ടും നല്ലതാണ്. ജാനകിയമ്മയുടെ ഒരു പാട്ടാണ്. അവിടെ വന്നില്ലല്ലോ ടീച്ചറാ. പാടാൻ ഒരു പാട്ട് വന്നില്ല പിള്ളേരെ. പഴയ പാട്ടാണ്. ആണോ? ഓക്കെ ഓക്കെ. അതെ. ശിശിരങ്ങൾ കടന്നുവാകും ഓരോ രചനീയാമം. ശിശിരങ്ങൾ കടന്നുവാകും ഓരോ രചനീയാമം. ഇങ്ങും ഒഴിയും നേരം ഹൃദയം തേങ്ങി മഞ്ഞിൽ വിരിഞ്ഞ തുമ്പേ പറയൂ ഇളം പൂവേ വിരിയോരം നനഞ്ഞൊഴുകും മുഖിമാലകളോ കുളിരും മഞ്ഞിൽ പറയൂ ഇളം പൂവേ. അതെയാ? 2 ലൈനായില്ലേ? താങ്ക് യു. ഇനി പൂവസൊന്നും പാടാൻ. എനിക്ക് പൂവസൊന്നും പറഞ്ഞിട്ടുണ്ടോ? ഏത് പാട്ടാണത്? അത് പാടാൻ ഭയങ്കര വിഷമം വരുള്ളൂ. എനിക്ക് എന്റെ അമ്മേനെ ഓർമ്മ വരുമോ പാട്ടോടെ? പപ്പയുടെ സന്തപ്പൂസിലെ പാട്ടല്ലേ? ഭയങ്കര വിഷമം, ഭയങ്കര ഫീലുള്ള വരികളല്ലേ? അതെ, വെറുതെ ഇമോഷണൽ ആക്കണ്ട. ഭയങ്കര ഫീലുള്ള പാട്ടാണത്. ഫീലോ വിഷമോ? എനിക്ക് എന്റെ അമ്മേനെ ഓർമ്മ വരും സത്യമായിട്ടും. എന്താ, ഞാൻ എന്റെ അമ്മേനെ കണ്ടിട്ടുള്ള പിള്ളേരെ എനിക്ക് 1 വയസ്സുള്ളപ്പോ എന്റെ അമ്മ വെച്ചതാ. കണ്ട ഓർമ്മ പോലും ഇല്ല. എനിക്ക് ആ പാട്ടൊക്കെ ഭയങ്കര ഫീൽ ചെയ്യും. അതുകൊണ്ട് പാടണ്ട. അതിലെ ഒരു വരിയുണ്ട് കൃത്യമായിട്ട്. എന്താണ്? നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ. അങ്ങനെ വരിയില്ലേ? കിട്ടുന്നുണ്ടോ നിങ്ങളത്?
നീ പിരിഞ്ഞ സമയം മുതൽ അല്ല നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ സമയം വരെ അങ്ങനെ എന്തൊരു ലൈൻ ഉണ്ട്. ഭയങ്കര വിഷമമുള്ളതല്ലേ, ശരിക്കും ഭയങ്കര അർത്ഥമുള്ളതല്ലേ. നീ ജനിച്ചു, അതിന്റെ ഇടയിൽ ഞാൻ പിരിഞ്ഞു, സമയമാണോ പറയണം അമ്മയെന്നല്ലേ. അമ്മയൊക്കെ നമ്മുടെ ഭയങ്കര വികാരമല്ലേ പിള്ളേരെ, നിങ്ങളുടെ അമ്മ അല്ലേ. അച്ഛനെയാണോ അമ്മേനെ ഇഷ്ടം? ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അമ്മയാ. അമ്മ ഈസ് ആൻ ഇമോഷൻ അല്ലേ. അച്ഛനും ഉണ്ട് കേട്ടോ, അച്ഛനെ നമ്മൾ ഈക്വൽ ആയിട്ട് പറയാം. പക്ഷെ എവിടെയും ലോകത്ത് നമ്മള് ഏറ്റവും ഭയങ്കര ഒരു ആരാധനയുള്ളത് അമ്മനോടാണ് അല്ലെ. അത് ഇല്ലാത്തവർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ശരി, ഒരു പാട്ടിലൂടെ നമ്മ ഇത്ര ഇമോഷണൽ എത്തി, അങ്ങോട്ട് പോകണ്ട. വിഷമമൊന്നുമില്ലടോ, പിന്നെ ഇത്ര വർഷമായില്ലേ, വിഷമമൊന്നുമില്ല, ഇതൊക്കെ അങ്ങനെ പോവും. നമുക്ക് ആരെയൊന്നും പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. യെസ്, നമുക്ക് ലേബർ റൂമിലോട്ട് വരാട്ടോ. ലേബർ റൂമിലേക്ക് വരാം. യെസ്, ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടി പോട്ടെ. അവിടേക്ക് ഒരു 6 മാസമാണ് നമ്മൾ കൂടെ ഉണ്ടാവുന്നത്. നല്ലത് മര്യാദക്ക് പേപ്പറേ. യെസ്, നമ്മളിനി നെക്സ്റ്റ് നോക്കുന്നത് ഇപ്പോ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ് പഠിച്ചത്. ഇനി നെക്സ്റ്റ് ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിങ് ആണ്. ഓക്കെ, ലേബർ റൂമിനകത്ത് വരുന്ന ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ആണ് ഇവിടെ. ഫ്രൂട്ട്സ്, അതെ, ഇവിടുത്തെ 4ാമത്തെ പോയിന്റ്സ് ഉണ്ടോ നിങ്ങൾ? അതിലൊരു വ്യത്യാസമുണ്ട്, ഒരു സ്പെല്ലിംഗ് തെറ്റാണ്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് എന്നാണ്, ഫൈൻസ് എന്നാണ് എടുക്കുന്നത്. അതൊന്ന് ക്ലിയർ ചെയ്തേ. നിങ്ങളുടെ ടെക്സ്റ്റ് കറക്റ്റ് ആണോ നോക്കാം. ഐറ്റം സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ് നോക്കാം. ഷുഡ് ബി കഴിഞ്ഞിട്ട് നോട്ട് ഇൻസ്റ്റന്റ്ലി എന്നല്ല, ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി ക്ലീൻഡ്. ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി ക്ലീൻഡ് എന്നാക്കാം കേട്ടോ. ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി ക്ലീൻഡ് എന്നാക്കാം ടെക്സ്റ്റിലുള്ളവര്. Item stained with the blood or body fluid should be immediately clean ആക്കാട്ടോ. Yes. അടുത്ത പീരീഡ് നിങ്ങൾക്ക് വർത്താനം പറയാനുള്ള സമയം ഉണ്ടാവും. മിസ്സാണ് കേട്ടോ, ഇംഗ്ലീഷാണ്. സം ഓഫ് ദ ജനറൽ റൂൾസ്, ക്ലീനിങ് റൂൾസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലേബർ റൂമിനകത്ത് നിന്ന്, അതായത് എനി എക്യുപ്മെന്റ് ബ്രോട്ട് ഇൻ ടു ദ ലേബർ റൂം ഫ്രം ഔട്ട്സൈഡ് മസ്റ്റ് ബി വൈപ്ഡ് ആൻഡ് ക്ലീൻ. പുറത്തു നിന്ന് കൊണ്ടുവരുന്ന എല്ലാ ഉപകരണങ്ങളും നമ്മൾ എന്താണ്, ഔട്ട്സൈഡിൽ നിന്ന് കൊണ്ടുവരുന്ന എല്ലാ ഉപകരണങ്ങളും കൃത്യമായിട്ട് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടായിരിക്കണം നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇനി ഹാവ് എ ആഡിക്വേറ്റ് ക്ലീനിങ് സീക്വൻസ്. ഈ ലേബർ റൂമിനകത്ത് എന്താണ്, ഒരു മതിയായ രീതിയിലുള്ള ശുചീകരണത്തിൽ എന്താണ്, ക്ലീനിങ് സീക്വൻസ്, മതിയായ രീതിയിലുള്ള ശുചീകരണ ക്രമം ഉണ്ടായിരുന്നു. അതായത് കൃത്യമായിട്ടുള്ള റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ എന്ത് ചെയ്യണം, ലേബർ റൂം ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കണം, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ ലേബർ റൂമിനകത്ത് എപ്പോഴും ആഡിക്വേറ്റ് ആയിട്ട് അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഹാവ് എ ആഡിക്വേറ്റ് ക്ലീനിങ് സീക്വൻസ് എപ്പോഴും നിലനിർത്തേണ്ടതുണ്ട്. ഡാമേജ്ഡ് എക്യുപ്മെന്റ് ഷുഡ് ബി റിപ്പയർഡ് ഓർ റീപ്ലേസ്ഡ്. ഇനി ഇതിനകത്ത് ഏതെങ്കിലും എക്യുപ്മെന്റ്സ് ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്ത് പിന്നെ ഉപയോഗിക്കാൻ നിൽക്കരുത്. അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവും. അപ്പം ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഷുഡ് ബി റിപ്പയർഡ് ഓർ റീപ്ലേസ്. ഒന്നില്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുക. ഐറ്റംസ് സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി ക്ലീൻ. അതായത് ഇപ്പോ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തില് ഐറ്റംസ് സ്റ്റെയിൻഡ് ആയിട്ടുണ്ടെങ്കിൽ, കറ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ട് നമ്മളത് ക്ലീൻ ചെയ്യണം. ഓക്കെ, ശരീരദ്രവമോ അല്ലെങ്കിൽ രക്തമോ ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അത് ഇൻസ്റ്റന്റ് ആയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യുക. ഓക്കെ, then always use approved mopping techniques. Always use approved mopping techniques. ഈ mopping techniques എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? കണ്ടിട്ടുണ്ടോ mopping techniques? അതൊരു ട്രിപ്പിൾ ബക്കറ്റ് സിസ്റ്റം ആണ്.
ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോ ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ടില്ല ആൾക്കാർ, ക്ലീനിങ് സ്റ്റാഫുകൾ 3 ബക്കറ്റ്സ് ഉണ്ടാവും. അതായത് ഒരു ഉപകരണം പോലെ ഇരിക്കട്ടെ, 3 ബക്കറ്റ്സോ 3 4 ഉണ്ടാവും. ട്രിപ്പിൾ ബക്കറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഒരു ബക്കറ്റിൽ സൊല്യൂഷൻ ഒഴിക്കാനും, ഒരു ബക്കറ്റിൽ വാഷ് ചെയ്യാനും, ഒരു ബക്കറ്റിൽ അതിന്റെ ബ്രഷൊക്കെ മുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ട്രോളി പോലെ കണ്ടിട്ടുണ്ടാവും. കാണിച്ചു തരട്ടെ ടീച്ചർ? കാണിച്ചു തരാം. കാണാമോ ഇത്? വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചാൽ പിന്നെ ഒന്നും കാണില്ല. കണ്ടോ? ഇതാണ് ട്രിപ്പിൾ ബക്കറ്റ് സിസ്റ്റം. മോപ്പിംഗ് ടെക്നിക്സ് ആണ്. ഇതിൽ ഒന്നിൽ നമുക്ക് സൊല്യൂഷൻ ഒഴിക്കാൻ പറ്റും, വെള്ളം ഒഴിക്കാൻ പറ്റും, വെള്ളം ഒഴിച്ചത് വാഷ്, അത് സോക്ക് ചെയ്തതിനു ശേഷം ബ്രഷൊക്കെ മുക്കി നമുക്കിങ്ങനെ, അതായത് ഒരു വെടിക്ക് 3 പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ സംവിധാനമുണ്ട്. മനസ്സിലായോ? യെസ്, എല്ലാ ഹോസ്പിറ്റൽസും നമ്മളത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇത് പല മോഡൽസിലുണ്ട് കേട്ടോ. അവർക്ക് ഇങ്ങനെ ട്രോളി പോലെ ഇങ്ങനെ എന്താണ് അതിങ്ങനെ ഉന്തി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, യെസ്, ഇതാണ് മോപ്പിംഗ് ടെക്നിക്സ്. അപ്പൊ എപ്പോഴും ഏറ്റവും നല്ല ബെറ്റർ അപ്രൂവ്ഡ് ആയിട്ടുള്ള മോപ്പിംഗ് ടെക്നിക്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ്, എക്സാമിൻ ഏരിയാസ് ഫോർ സീപ്പേജ് ഓർ എനി അതർ ഇഷ്യൂ ആൻഡ് റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി. ഇനി നമ്മുടെ ലേബർ റൂമിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ലീക്കേജ്, എന്തെങ്കിലും ലീക്ക് ആയിട്ടൊക്കെ കാണുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യും. എവിടെയെങ്കിലും ലീക്കേജസ് കാണുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, then clean the labor table after every delivery. ഓരോ ഡെലിവറിക്ക് ശേഷം നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ലേബർ ടേബിൾ വാഷ് ചെയ്യുക. ക്ലീൻ ദ ലേബർ ടേബിൾ ആഫ്റ്റർ എവറി ഡെലിവറി. ഓരോ ഡെലിവറിക്ക് ശേഷം ഡെലിവറി ടേബിൾ ക്ലീൻ ചെയ്യുക. Then standard procedures for disinfection and sterilization required to be followed. Standard procedures for disinfection and sterilization required to be followed. എന്താ പറയുന്നത്? ലേബർ റൂമിന് മാത്രമുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് എന്തിനു വേണ്ടിയിട്ട്? അണുവിമുക്തമാക്കുന്നതിന് വേണ്ടി, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പൊ ഇത് ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊരു എക്യുപ്മെന്റ്സും പുറത്തു നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്തിട്ടായിരിക്കണം അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത്. എപ്പോഴും ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള ക്ലീനിങ് സീക്വൻസ് നമ്മൾ പാലിക്കുക. ഏതെങ്കിലും എക്യുപ്മെന്റ്സിന് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിൽ അത് റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുക. പിന്നെ ബ്ലഡും ബോഡി ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഐറ്റംസ് കറയായിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമ്മൾ അത് വാഷ് ചെയ്യുക. എപ്പോഴും അപ്രൂവ്ഡ് ആയിട്ടുള്ള മോപ്പിംഗ് ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്യാം. ഇനി എവിടെയെങ്കിലും ലീക്കേജസ് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഓരോ ഡെലിവറിക്ക് ശേഷം എന്താണ്? ലേബർ ടേബിൾ ഏറ്റവും നല്ല രീതിയിൽ വാഷ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ്, ഡിസിൻഫെക്ഷൻ സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുക. ഓക്കെ, യെസ്. അവിടെ വരെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? What are the standard precautions in labor room? എന്തൊക്കെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ് ലേബർ റൂമിലുള്ളത്? നിഷാദ്, സോറി, അസിയ നിഷാദ്. മിണ്ടൂല. വേറെ ആരെങ്കിലും ആൻസർ പറയൂ? Hand washing, wearing protective clothing, proper disposal of biomedical waste, proper handling of sharp object, sterilization and disinfecting of the item used, processing of used equipment, sustaining a clean and aseptic environment. വെരി ഗുഡ്. ഓക്കെ, ലേബർ ടേബിൾ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ്? ലേബർ ടേബിൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? പേര് വിളിക്കുന്നില്ല, അത് വിളിച്ചാൽ വരുന്നില്ലല്ലോ. Radiant warmer, sterilizers, Doppler, future tococardiograph. ഓക്കെ, റേഡിയന്റ് വാർമർ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്?
ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ കുട്ടികളുടെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചൂട് ഹീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ഫീച്ചർ ഡോക്ടർ എങ്ങനെയാണ് ഫീച്ചർ ഡോക്ടർ എന്തോ എന്തോ ഹൃദയമെടുപ്പും ഗർഭാശയ സങ്കോചവും. ആ ഹൃദയമിടിപ്പ് നോക്കുന്നത് ഏത് ഡിവൈസ് ആണ് ഹൃദയമിടിപ്പ് നോക്കുന്നത്? കേട്ടില്ല. ഫീച്ചർ ഡോപ്ലർ ആണ് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് നോക്കുന്നത്. ഓക്കെ, ഒറ്റ ടോക്കോകാർഡിയോഗ്രാഫും സെയിം അല്ലെ. ഹൃദയമിടിപ്പും ഗർഭാശയ സങ്കോചമാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി LDR കോംപ്ലക്സിനെ നമ്മൾ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? LDR കോംപ്ലക്സിനെ അതില് നമ്മുടെ ഡെലിവറി റൂം ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? ഡെലിവറി റൂം മെഡിസിൻ സ്റ്റോർ ഡ്യൂട്ടി റൂം ഒക്കെ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? മൂന്ന് സോൺസും പഠിക്കണം കേട്ടോ. യെസ്, ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. താങ്ക് യു മിസ്.